അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാർഡിയക് ഔട്ട്പുട്ട്. എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും ഒക്കെ ചോദിക്കാറുള്ളൊരു സ്ഥിരം ക്വസ്റ്റ്യനാണ് കാർഡിയക് ഔട്ട്പുട്ടും അതിൻ്റെ ഡെഫിനിഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും ചോദിക്കാറുണ്ട്. അത് ഞാൻ ആ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് വാട്ട് ഈസ് കാർഡിയക് ഔട്ട്പുട്ട്, അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ടിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാവുന്നത് തന്നെയായിരിക്കും, ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ ഇൻ 1 minute. ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് എത്ര വോളിയം ഓഫ് ബ്ലഡാണ് ഇജക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയാം. So it is the amount of blood pumped from each ventricle in 1 minute. അപ്പോൾ ഇതിൻ്റെ നോർമൽ വാല്യൂ പറയുന്നതിന് മുന്നേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 ഫീച്ചേഴ്സ് അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് സ്ട്രോക്ക് വോളിയം ആൻഡ് ഹാർട്ട് റേറ്റ്. അപ്പോൾ ഈ 2 എണ്ണത്തിലും എന്ത് വേരിയേഷൻസ് വന്നാലും അതിനനുസരിച്ച് കാർഡിയക് ഔട്ട്പുട്ടിലും വേരിയേഷൻ വരും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാരണം തന്നെ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കാർഡിയക് ഔട്ട്പുട്ടിൻ്റെ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ വാല്യൂ പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രോക്ക് വോളിയം? സ്ട്രോക്ക് വോളിയം ഈസ് ദി എമൗണ്ട് ഓഫ് ബ്ലഡ് പംപ്ഡ് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ ഇൻ എ ബീറ്റ്. ഹാർട്ട് ഒരു തവണ ബീറ്റ് ചെയ്യുമ്പോൾ എത്ര വോളിയം ഓഫ് ബ്ലഡാണ് അതിൽ നിന്നും ഇജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വെൻട്രിക്കിൾസ് എത്ര വോളിയം ഓഫ് ബ്ലഡാണ് ഇജക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് വലിയ വാല്യൂ ആണ്, സ്ട്രോക്ക് വോളിയം അതിൻ്റെ ഉള്ളിൽ വരുന്ന കുഞ്ഞു വാല്യൂ ആണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു 2 ഡെഫിനിഷൻസും തമ്മിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് വലിയ ആൾ, സ്ട്രോക്ക് വോളിയം കുഞ്ഞി ആളാണ്. അപ്പോൾ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ഒരു ബീറ്റിൽ എത്ര വോളിയം ഓഫ് ബ്ലഡാണ് ഇജക്റ്റ് ചെയ്യുന്നത്, കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ എത്ര വോളിയം ഓഫ് ബ്ലഡാണ് ഇജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോക്ക് വോളിയത്തിൻ്റെ നോർമൽ വാല്യൂ 60 to 80 ml ആണ്, റേഞ്ചാണ് പറയുന്നത്. ദെൻ നോർമൽ ഹാർട്ട് റേറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് 72 beats per minute. അത് കറക്റ്റ് 72 തന്നെ ആയിക്കൊള്ളണം എന്നില്ല, ഇറ്റ് റേഞ്ചസ് ഫ്രം 65 to 85 beats. ഓക്കെ, അപ്പോൾ ഇത് 2 എണ്ണത്തിൻ്റെയും ഒരു കമ്പൈൻഡ് വാല്യൂ ആണ് നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: കാർഡിയക് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും കാർഡിയക് ഔട്ട്പുട്ടും കൂടുന്നതായിരിക്കും. ആൻഡ് നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് ഇസ് 5 to 6 liters. അപ്പോൾ നമ്മൾ ഇത് രണ്ടിനെയും തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ ലോവർ ലിമിറ്റ്സോ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ്സോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു 5 to 6 liters ഇടയിലാണ് വരുന്നത്. അപ്പോൾ നോർമൽ കാർഡിയക് ഔട്ട്പുട്ടിൻ്റെ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുക, 5 to 6 liters ആണ് അല്ലേ. നോർമൽ ബ്ലഡ് വോളിയം എത്രയാണ്? സെയിം 5 to 6 liters. ദാറ്റ് മീൻസ് ഒരു ആൾക്ക് അയാളുടെ ബ്ലഡ് സർക്കുലേഷനിൽ എവിടെയും ഒരു ബ്ലോക്കോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ ഇത്രയും ആ ആളുടെ ശരീരത്തിൽ എത്രമാത്രം ബ്ലഡ് ഉണ്ടോ അത് മൊത്തം ഹാർട്ടിൽ കൂടെ ഒരു മിനിറ്റിൽ കടന്നു പോകും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി എവിടെയെങ്കിലും ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാർഡിയക് ഔട്ട്പുട്ടിൽ വ്യത്യാസങ്ങൾ വരും, വേരിയേഷൻസ് കാണും, ഇതിനേക്കാളും കുറവായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ശരിക്കും കാർഡിയക് ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പാർട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം ഇതിൻ്റെ ഒരു വേരിയേഷൻസ് പാർട്ടിലേക്കൊന്ന് പോവാം. അപ്പോൾ വേരിയേഷൻസ് ഓഫ് കാർഡിയക് ഔട്ട്പുട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഫിസിയോളജിക്കൽ വേരിയേഷൻസും കാണും, പെത്തോളജിക്കൽ വേരിയേഷൻസും കാണും. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ എക്സ്റ്റേണൽ എൻവയറമെൻറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരിക അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഓരോരോ സിറ്റുവേഷൻസിനനുസരിച്ച് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഫിസിയോളജിക്കൽ വേരിയേഷൻസ്. അതൊരു പ്രശ്നം ഇല്ലാത്ത വേരിയേഷൻസ് ആണ്. പെത്തോളജിക്കൽ വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, ഡിസീസ്ഡ് കണ്ടീഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഫിസിയോളജിക്കൽ വേരിയേഷൻസിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഏജ്, ഇറ്റ് ഈസ് ലെസ് ഇൻ ചിൽഡ്രൻ ഡ്യൂ ടു ലെസ് ബ്ലഡ് വോളിയം. കുട്ടികൾക്ക് പൊതുവേ ബ്ലഡ് വോളിയം കുറവാണ്, അതുകൊണ്ട് കുട്ടികളിൽ കാർഡിയക് ഔട്ട്പുട്ട് കുറവായിരിക്കും. ദെൻ ജെൻഡർ, ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ഇൻ ഫീമെയിൽസ് കമ്പയർഡ് ടു മെയിൽസ്.
ദെൻ ഡയേണൽ വേരിയേഷൻ. ഡയേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡേ നൈറ്റ് വേരിയേഷനാണ്, അതായത് രാവിലെ മുതൽക്ക് രാത്രി വരെ ഒരു ദിവസത്തെ വേരിയേഷനാണ് ഉദ്ദേശിക്കുന്നത് ഡയേണൽ വേരിയേഷൻ. അപ്പോൾ ഇറ്റ് ഇസ് ലെസ് ഇൻ ദി മോർണിംഗ് ആൻഡ് ഇൻക്രീസസ് ടുവേർഡ്സ് ആഫ്റ്റർനൂൺ. നമ്മൾ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് വന്ന് കഴിയുമ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡി പ്രത്യേകിച്ച് വലിയ ഫങ്ഷൻസ് ഒന്നും നടക്കണില്ല, അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സോ അങ്ങനെയൊന്നും നടക്കണില്ല. കുഞ്ഞി ഇതായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സ് മാത്രമൊക്കെയാണ് ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ ഉറക്കത്തു നിന്ന് എണീറ്റ് വരുന്നു, പിന്നെ പതുക്കെ വേണോ വേണ്ടേന്ന് വെച്ച് പല്ല് തേക്കുന്നു, നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അത് കഴിഞ്ഞ് കുളി ഉള്ളതാണെങ്കിൽ കുളിക്കുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് വന്ന ശേഷം പതുക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസും പതുക്കെ വന്ന് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി, അതെന്തായിക്കോട്ടെ, പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് ഇതാണ് ചെയ്യുന്നത്, പ്രൊഫഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആ പ്രൊഫഷനിലേക്ക് നമ്മൾ കയറുന്നതിനനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റീസ് കൂടി വരും. രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് കാർഡിയക് ഔട്ട്പുട്ട് കുറവായിരിക്കും, പക്ഷെ നമ്മളൊരു ജോലിയിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ടുവേർഡ്സ് ആഫ്റ്റർനൂൺ അത് കാർഡിയക് ഔട്ട്പുട്ട് നമ്മൾ ആ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും കൂടി വരും. ഇനി ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു ജോലിയും ചെയ്യാതെ ഫുൾ ടൈം ഇങ്ങനെ കസേരയിലോ അല്ലെങ്കിൽ ബെഡിലോ ഇങ്ങനെ കിടന്ന് ആ ആളുടെ സമയം കഴിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കാർഡിയക് ഔട്ട്പുട്ടിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ടല്ലോ ലെസ് ഇൻ ദി മോർണിംഗ് ആൻഡ് ഇൻക്രീസസ് ടുവേർഡ്സ് ആഫ്റ്റർനൂൺ. അത് എല്ലാ കേസസിലും ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ ആളുടെ ബോഡി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മോഡ് ഓഫ് മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കും ഈ ഒരു വേരിയേഷൻ വരുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും. ദെൻ ഇമോഷൻസിൽ പൊതുവേ നമുക്ക് കാർഡിയക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. അതെന്ത് തരം ഇമോഷൻസ് ആയാലും, സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും പേടിയായാലും എന്തായാലും ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ ഉറപ്പായിട്ടും കാർഡിയക് ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എഡ്രിനാലിൻ റിലീസാണ്. സിമ്പത്തറ്റിക് നെർവ്സിൻ്റെ ആക്ഷൻ കൊണ്ടാണ് അവിടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്, റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ് എന്നുള്ള ടോപ്പിക്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് എക്സസൈസ്. ഇപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് മൂവ് ചെയ്യുകയാണ്. ഉറപ്പായിട്ടും മസിൽസിലേക്കൊക്കെ ബ്ലഡ് നല്ലപോലെ ആവശ്യമാണ്. സോ ഓഫ് കോഴ്സ് കാർഡിയക് ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്. അപ്പോൾ ഇതാണ് ഫിസിയോളജിക്കൽ വേരിയേഷൻസ്. ഇനി പെത്തോളജിക്കൽ വേരിയേഷൻസ്. ഏതൊക്കെ കണ്ടീഷൻസിലാണ്, ഡിസീസ്ഡ് കണ്ടീഷൻസിലാണ് കാർഡിയക് ഔട്ട്പുട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. സോ കാർഡിയക് ഔട്ട്പുട്ട് ഇസ് ഇൻക്രീസ്ഡ് ഡ്യൂറിങ് ഫീവർ, അനീമിയ ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. പനി വരുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അത് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ തന്നെ ആ ടെമ്പറേച്ചർ ഹാർട്ട് റേറ്റിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹാർട്ട് റേറ്റ് അത്യാവശ്യം കൂടുതലായിരിക്കും. ഹാർട്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ച് കാർഡിയക് ഔട്ട്പുട്ട് ഉറപ്പായിട്ടും കൂടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഈ ഇൻഫെക്ഷൻസ് കാരണമാണ് ടെമ്പറേച്ചർ കൂടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പനി വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻസിനെ നശിപ്പിക്കാനായിട്ട്, അതായത് ആ ഒരു ഇൻഫെക്റ്റഡ് ഏരിയയിലേക്ക് മാക്സിമം WBCസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോ റേറ്റ് കൂട്ടണം. അപ്പോൾ ആ ബ്ലഡ് ഫ്ലോ റേറ്റ് കൂടാൻ വേണ്ടി ഹാർട്ട് റേറ്റ് കൂടും. സോ ഓട്ടോമാറ്റിക്കലി കാർഡിയക് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്ത കണ്ടീഷൻ അനീമിയ. അപ്പോൾ ഈ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? RBC കൗണ്ട് കുറയുന്നത് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് കുറയുന്നത്. ഇപ്പോൾ അനീമിയ വരുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്നു. അതെങ്ങനെ? അനീമിയ ആകുമ്പോൾ പൊതുവേ ബ്ലഡ് വോളിയം ഒക്കെ കുറവായിരിക്കും. പിന്നെ എങ്ങനെയാണ് കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അനീമിയ ഉണ്ടാകുമ്പോൾ അനീമിക് ഹൈപ്പോക്സിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യും. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്നുള്ളത്, ഓക്സിജൻ ലെവൽ കുറയുന്നത് അല്ലേ? ബോഡിയിൽ ഓക്സിജൻ ലെവൽ കുറയുന്നതിനെ പറയുന്നതാണ്. അപ്പോൾ അനീമിയ കാരണം ഉണ്ടാകുന്ന ഹൈപ്പോക്സിയനെയാണ് അനീമിക് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനീമിക് ഹൈപ്പോക്സിയ ഉണ്ടാകുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്നു. അപ്പോൾ ഇതും ഈ രണ്ടും തമ്മിൽ ചേരാത്തത് അല്ലെങ്കിൽ ഒരു യോജിപ്പ് തോന്നുന്നില്ല അല്ലേ? ഹൈപ്പോക്സിയും അല്ലെങ്കിൽ അനീമിയയും ഇൻക്രീസ്ഡ് കാർഡിയക് ഔട്ട്പുട്ടും. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ അത് വെച്ച് പറയാം. ഇപ്പോൾ ഹൈപ്പോക്സിയ സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. കെമിക്കൽസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ്.
അത് ബ്ലഡ് വെസൽസിനകത്ത് കാണുന്ന കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടങ്, നാവിൻ്റെ മുകളിൽ കാണുന്ന ടേസ്റ്റ് ബഡ്സ്, അത് കീമോ റിസെപ്റ്റേഴ്സാണ്. മൂക്കിൽ കാണുന്ന നേസൽ ഹെയർസ്, അതും കീമോ റിസെപ്റ്റേഴ്സാണ്. പക്ഷേ അത് രണ്ടും വേറെ ടൈപ്പ് കീമോ റിസെപ്റ്റേഴ്സാണ്. ബ്ലഡ് വെസൽസിനകത്ത് കാണുന്ന കീമോ റിസെപ്റ്റേഴ്സ്, നമ്മുടെ ബ്രെയിനിലും കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഉള്ളിൽ, ശരീരത്തിൻ്റെ അകത്ത് മറ്റ് ഭാഗങ്ങളിൽ കാണുന്ന കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ H+ കോൺസെൻട്രേഷൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സാണ്. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ 2 തരം കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്, പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സ്. അതിൽ പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതും, സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് H+ അയോൺ കോൺസെൻട്രേഷനോട് റെസ്പോണ്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ്റെ ലെവൽ കുറവ് എന്നുള്ളത്. അപ്പോൾ അത് അനീമിക് ഹൈപ്പോക്സിയ, എന്ത് തരം ഹൈപ്പോക്സിയ ആയാലും ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഈ റിസെപ്റ്റേഴ്സ് ബ്രെയിനിലേക്ക്, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മെഡുല്ലയിലേക്ക് ഇൻഫോർമേഷൻസ് കൊണ്ടുകൊടുക്കും. കാരണം മെഡുല്ലയിൽ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ ഹാർട്ട് റേറ്റിനെയും BP-നെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള സെൻറ്റേഴ്സ് പ്രസൻറ്റാണ്. അപ്പോൾ ഈ സെൻറ്റേഴ്സിലേക്കാണ് കീമോ റിസെപ്റ്റേഴ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻ ചെല്ലുന്നത്. അപ്പോൾ അത് റെസ്പിറേറ്ററി സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഇതിൻ്റെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ സ്റ്റിമുലേഷൻ ചെല്ലുമ്പോൾ ഹാർട്ട് റേറ്റ് നല്ല രീതിയിൽ കൂടും. ഹാർട്ട് റേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുന്നത്? ഹൈപ്പോക്സിയാണ്, ഓക്സിജൻ ലെവൽ കുറവാണ് ശരീരത്തിൽ. ഓക്സിജൻ ലെവൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലങ്സിലേക്ക് കൂടുതൽ ബ്ലഡ് ചെല്ലണം. അപ്പോൾ ആ കൂടുതൽ ബ്ലഡ് ചെല്ലാനായിട്ട് ഹാർട്ട് റേറ്റ് നല്ല രീതിയിൽ കൂടും. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാർഡിയക് ഔട്ട്പുട്ടും കൂടുതലായിരിക്കും. അതാണ് അനീമിയ വരുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ടും ഹാർട്ട് റേറ്റും കൂടാനുള്ള റീസൺ. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ചില സമയങ്ങളിൽ നിങ്ങളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ദി ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഓർ ഇൻക്രീസ്ഡ് കാർഡിയക് ഔട്ട്പുട്ട് ഡ്യൂറിങ് അനീമിയ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. അതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ. ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് തൈറോയിഡ് ഹോർമോൺ ലെവൽ. തൈറോയിഡ് ഹോർമോൺ പൊതുവേ നമ്മുടെ ഹാർട്ടിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിനെയും കാർഡിയോവാസ്കുലർ ആക്ടിവിറ്റീസും റെസ്പിറേറ്ററി ആക്ടിവിറ്റീസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നൊരു ഹോർമോണാണ്. അപ്പോൾ ആ ഹോർമോണിൻ്റെ ലെവൽ കൂടുമ്പോൾ ഉറപ്പായിട്ടും കാർഡിയക് ഔട്ട്പുട്ടും ഇൻക്രീസ്ഡ് ആയിരിക്കും. ദെൻ കാർഡിയക് ഔട്ട്പുട്ട് ഇസ് ഡിക്രീസ്ഡ് ഡ്യൂറിങ് ഹൈപ്പോതൈറോയിഡിസം, ഹാർട്ട് ഫെയിലിയർ, ഷോക്ക്. ഷോക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ഷോക്ക് ഉണ്ട്. ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കറണ്ടിൽ നിന്ന് ഷോക്ക് അടി കിട്ടുന്നത്. പക്ഷേ ഫിസിയോളജിക്കൽ ഷോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലഡ് വോളിയം കുറയുമ്പോൾ അതിനെ ഹൈപ്പോ വോളിയമിക് ഷോക്ക് എന്ന് പറയും. പിന്നെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അതിനെ കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സെപ്റ്റിക് സിറ്റുവേഷൻസ് വരുമ്പോൾ, മുറിവ് സെപ്റ്റിക് ആവുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിലോ എവിടെയെങ്കിലുമൊക്കെ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക്. അങ്ങനെ 2-4-5 തരത്തിലുള്ള ഷോക്കൊക്കെ ഉണ്ട്. അത് ഫിസിയോളജിക്കൽ ഷോക്കാണ്. അപ്പോൾ ഇവിടെ കാർഡിയക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നത് ഫിസിയോളജിക്കൽ ഷോക്കിൻ്റെ കണ്ടീഷനാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ സൈക്കോളജിക്കൽ ഷോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെൻറ്റൽ ഷോക്ക്. നമ്മൾ വല്ലാതെ എന്തെങ്കിലും ഞെട്ടിക്കുന്ന വിഷയങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് ഷോക്ക് ഉണ്ടാവുന്നില്ലേ, അതിനെ മെൻറ്റൽ ഷോക്ക് എന്ന് പറയും. അത് വേറൊരു കണ്ടീഷൻ. എനിവേ, ദെൻ നെക്സ്റ്റ് ഇസ് ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ബ്ലഡ് ലോസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് കാർഡിയക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വേരിയേഷൻസിനെ പറ്റി പഠിക്കാനുള്ളത്. ദെൻ മൂവിങ് ഓൺ ടു ദി ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് കാർഡിയക് ഔട്ട്പുട്ട്. അപ്പോൾ ഈ മെയിൻറ്റെയിനിങ് എന്നുള്ള ടേം, ആ ഒരു ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കാരണം അതൊരിത്തിരി ട്രിക്കി ആയിട്ടുള്ളൊരു ഭാഗമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരേ ടേമിനെ തന്നെ പല വാക്കുകൾ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് കാർഡിയക് ഔട്ട്പുട്ട് എന്നാണ്. ചിലപ്പോൾ അതിന് പകരം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഫാക്ടേഴ്സ് റെഗുലേറ്റിംഗ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് ചോദിക്കാം. ഇനിയോ അതും അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് കാർഡിയക് ഔട്ട്പുട്ട് എന്നും ചോദിക്കാം. അപ്പോൾ ഈ മെയിൻറ്റെയിനിങ് എന്നുള്ള ആ ഒരേ ടേമിനെ തന്നെ പല ടേംസായിട്ടും റീപ്ലേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത്
കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഹാളിൻ്റെ മാനത്ത് നോക്കിയിരിക്കേണ്ട. ഇതാണ് കാര്യം. ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യത്തിന് തന്നെയാണ്. ഓക്കെ, എന്തൊക്കെയാണ് കാർഡിയക് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർഡിയക് ഔട്ട്പുട്ടിനെ എങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഫാക്ടേഴ്സ്. അതിനെപ്പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാർഡിയക് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, ദേ ആർ സ്ട്രോക്ക് വോളിയം ആൻഡ് ഹാർട്ട് റേറ്റ്. അത് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ സ്ട്രോക്ക് വോളിയത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാർഡിയക് ഔട്ട്പുട്ടിൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ വീഡിയോ വേറെ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. So as I told before, cardiac output depends on 2 factors, heart rate and stroke volume. ഇത് രണ്ടിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാർഡിയക് ഔട്ട്പുട്ടിലും വേരിയേഷൻ വന്നിരിക്കും. അതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ഇതിലിപ്പോൾ ഒരാൾ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാർഡിയക് ഔട്ട്പുട്ട് കൂടും, കുറവാണെങ്കിൽ കാർഡിയക് ഔട്ട്പുട്ട് കുറയും. എല്ലാം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇനി ജനറലായിട്ട്, അല്ലെങ്കിൽ ഒരു വൈഡർ ഏരിയയിലാണ് ഞാൻ പറഞ്ഞത്, കാർഡിയക് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രോക്ക് വോളിയം ആൻഡ് ഹാർട്ട് റേറ്റ്. ഇനി ഇവർ തന്നെത്താനെ നിൽക്കുന്ന ആൾക്കാരല്ല. സ്ട്രോക്ക് വോളിയം ഹാർട്ട് റേറ്റും തന്നെ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നവരല്ല. അവർ വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സ്ട്രോക്ക് വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മെയിനായിട്ടും വീനസ് റിട്ടേൺ, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ആൻഡ് പെരിഫറൽ റെസിസ്റ്റൻസ്. ഇങ്ങനെ 3 ഫാക്ടേഴ്സിൻ്റെ മുകളിലാണ് സ്ട്രോക്ക് വോളിയം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാളൊക്കെ തലതിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സ്ട്രോക്ക് വോളിയത്തിൽ പ്രശ്നം വരും. സ്ട്രോക്ക് വോളിയത്തിൽ പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കും? കാർഡിയക് ഔട്ട്പുട്ടിലും പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ ഇവരാരും ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരല്ല. കാർഡിയക് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ട്രോക്ക് വോളിയം, ഹാർട്ട് റേറ്റ്. സ്ട്രോക്ക് വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇങ്ങനെ 3 ഫാക്ടേഴ്സിൻ്റെ മുകളിലാണ് വീനസ് റിട്ടേൺ, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ആൻഡ് പെരിഫറൽ റെസിസ്റ്റൻസ്. ഇനി ഹാർട്ട് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ഓൾസോ 3: വാസോമോട്ടോർ സെൻറ്റർ, ഓട്ടോണോമിക് നെർവ്സ് ആൻഡ് സർക്കുലേറ്ററി റിഫ്ലെക്സസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൻ്റെ മുകളിലാണ് ഇവർ 2 പേരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പോൾ സ്ട്രോക്ക് വോളിയത്തിൻ്റെ ആണെങ്കിൽ വീനസ് റിട്ടേണിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ട്രോക്ക് വോളിയത്തിൽ കുറവ് സംഭവിക്കും. അപ്പോൾ എന്താ പറ്റുന്നത്? കാർഡിയക് ഔട്ട്പുട്ടും കുറയും. അതേപോലെ തന്നെ ഹാർട്ട് റേറ്റും. വാസോമോട്ടോർ സെൻറ്റർ പ്രശ്നക്കാരനാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് പ്രശ്നമാവും. ഹാർട്ട് റേറ്റിൽ പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കും? കാർഡിയക് ഔട്ട്പുട്ടിലും പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്ട്രോക്ക് വോളിയത്തിൻ്റെ ആ ഒരു പാർട്ടാണ്. ഓക്കെ, so the cardiac output depends on 2 factors, stroke volume and heart rate. Stroke volume depends on 3 factors: venous return, force of contraction of heart and peripheral resistance. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോരോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹാർട്ട് റേറ്റും സ്ട്രോക്ക് വോളിയമാണ് അത് ഫൈനലി കാർഡിയക് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഹാർട്ട് റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏട്രിയൽ റിഫ്ലെക്സ് എന്ന് ഉദ്ദേശിക്കുന്ന സർക്കുലേറ്ററി റിഫ്ലെക്സസ് ആണ്. പിന്നെ ഓട്ടോണോമിക് ഇന്നോവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓട്ടോണോമിക് നെർവ്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഹോർമോൺസും എഫക്റ്റ് ആവുന്നുണ്ട്. ഹോർമോൺസിൻ്റെ റോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഓട്ടോണോമിക് നെർവ്സിൽ നിന്നുള്ള റിലീസാണ്. എഡ്രിനാലിൻ അങ്ങനെയൊക്കെയുള്ള ഹോർമോണും അതേപോലെ തന്നെ അവർ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടും ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്ട്രോക്ക് വോളിയത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതാണ് വീനസ് റിട്ടേൺ, പിന്നെ ഫില്ലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസിനകത്ത് എത്ര സമയം കൊണ്ടാണ് ബ്ലഡ് ഫില്ലാവുന്നത് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോണോമിക് ഇന്നോവേഷൻ, അതും അവിടെ എഫക്റ്റ് ആവുന്നുണ്ട്. ഓട്ടോണോമിക് നെർവ്സിൻ്റെ ആക്ഷൻ, ഹോർമോൺസ്, പിന്നെ അതേപോലെ തന്നെ വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് വാസോ ഡൈലേഷൻ. ഇതെല്ലാം ഒരുമിച്ച് എഫക്റ്റ് ചെയ്യുന്നത് പല പല കാര്യങ്ങളെയാണ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചു എന്നേ ഉള്ളൂ, അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ സ്ട്രോക്ക് വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് വീനസ് റിട്ടേൺ. അപ്പോൾ എന്താണ് വീനസ് റിട്ടേൺ? ആ ടേമെന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. വെയിൻസിൽ കൂടെ ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്ന ബ്ലഡ്, അതാണ് വീനസ് റിട്ടേൺ. സോ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ബ്ലഡ് റിട്ടേൺ ടു ദി ഹാർട്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി.
ബോഡിയുടെ പല ഭാഗങ്ങളിൽ നിന്നും തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്ന ആ ബ്ലഡിൻ്റെ എമൗണ്ടിനെ അല്ലെങ്കിൽ വോളിയത്തിനെയാണ് വീനസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ട്രോക്ക് വോളിയം കൂടുതലായിരിക്കും. സ്ട്രോക്ക് വോളിയം കൂടുമ്പോൾ എന്താ പറ്റുന്നത്? കാർഡിയക് ഔട്ട്പുട്ടും ഇൻക്രീസ്ഡ് ആയിരിക്കും. ഇനി വീനസ് റിട്ടേൺ ഡിപ്പെൻഡ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, വീനസ് റിട്ടേൺ ഡിപ്പെൻഡ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി 3 അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ്. ആ 2 നമ്മൾ കൂടുതലും സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടതും. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 ഫാക്ടേഴ്സ്? ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് റെസ്പിറേറ്ററി പമ്പ്, മസിൽ പമ്പ്, ഗ്രാവിറ്റി, വീനസ് പ്രഷർ ആൻഡ് സിമ്പത്തറ്റിക് ടോൺ. ഇങ്ങനെ 5 ഫാക്ടേഴ്സിനെയാണ് വീനസ് റിട്ടേൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ 2 റെസ്പിറേറ്ററി പമ്പും മസിൽ പമ്പുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ബാക്കി 3 അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുമാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഈ പമ്പുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ വെയിൻസിനകത്തുള്ളൊരു കാര്യം പറയാം. അതായത് ഇപ്പം നമ്മുടെ ഹാർട്ടിൽ വാൾവുകളുണ്ട് അല്ലേ? ഈ വാൾവുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ബ്ലഡ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് പഴയ ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൾവുകളുള്ളത്. യൂണി ഡിറക്ഷണൽ ഫ്ലോയിന് സഹായിക്കുന്നതാണ് വാൾവുകൾ. അപ്പോൾ ഈ ഹാർട്ടിൽ മാത്രമല്ല വാൾവുള്ളത്, ബ്ലഡ് വെസൽസിനകത്തും വാൾവുണ്ട്. ആർട്ടറീസിലും വെയിൻസിനും ഒക്കെ വാൾവുകൾ പ്രസൻ്റാണ്. പക്ഷേ വെയിൻസിനകത്തുള്ള വാൾവ് കുറച്ചും കൂടിയും പ്രോമിനൻ്റ് ആണ്, കുറച്ചും കൂടിയും ആക്ടിവിറ്റി കൂടുതലുള്ളതുമാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഇപ്പോൾ വീനസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വെയിൻസിൽ കൂടെ ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്ന ബ്ലഡാണ്. പോകുന്ന ബ്ലഡല്ല, തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഹാർട്ട് ഒരു പമ്പിങ് ഓർഗനാണ്. ഹാർട്ട് നല്ല പ്രഷറിലാണ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രഷർ കൊണ്ടാണ് ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ കാലുകൾ ഹാർട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് കാല് അല്ലേ? നീളം കൂടുന്നതിനനുസരിച്ച് ഹാർട്ടിൽ നിന്നും കാലിലേക്കുള്ള ദൂരവും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഭാഗം സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഹാർട്ടിൽ നിന്ന് കാലുകളിലേക്ക് ബ്ലഡ് എത്താൻ കുറേ സമയമെടുക്കും. കുറേ സമയം എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്താ പറയുക, ദൂരം കൂടുതലുള്ളതുകൊണ്ട് കയ്യിലേക്ക് എത്തുന്നതിൻ്റെ അത്രയും സ്പീഡിലായിരിക്കില്ല കാലിലേക്ക് എത്തുന്നത്. അത് മാത്രമല്ല, നല്ല പ്രഷറിലും ആയിരിക്കും ബ്ലഡ് അങ്ങോട്ടേക്ക് എത്തേണ്ടത്. എന്നാൽ മാത്രമല്ലേ ആ അറ്റം വരെ എത്തുള്ളൂ. അപ്പോൾ കാല് വരെ ബ്ലഡ് നല്ല പ്രഷറിൽ ഹാർട്ട് അങ്ങോട്ട് ഇജക്റ്റ് ചെയ്ത ആ ബ്ലഡ് അങ്ങോട്ടേക്ക് എത്തുന്നു. പക്ഷേ കാലിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് ആ ബ്ലഡ് വരാൻ അവിടെ എന്തെങ്കിലും പമ്പിങ് ഓർഗൻസ് ഉണ്ടോ? ഹാർട്ട് പോലത്തെ എന്തെങ്കിലും തരത്തിലുള്ള പമ്പിങ് ഓർഗൻസ് നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങളിലുണ്ടോ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കാനായിട്ട്? ഇല്ല അല്ലേ? അങ്ങനത്തെ പമ്പിങ് ഓർഗൻസ് ഒന്നും പ്രസൻ്റ് അല്ല. പിന്നെ എങ്ങനെയാണ് ഈ ബ്ലഡ് ഈ പറഞ്ഞ കാലുകളിൽ നിന്നാണെങ്കിൽ അവിടെ നിന്നും ഈ ഗ്രാവിറ്റീനെയൊക്കെ മറികടന്നും കൊണ്ട് ഹാർട്ടിലേക്ക് എത്തുന്നത്? അതാണ് ഈ വാൾവുകളുടെ ആക്ഷനും വെയിൻസിൻ്റെ ആക്ഷനും പറ്റി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ വീണ്ടും കാലിലേക്ക് വരികയാണ്. കാലിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വെയിൻസിൽ കൂടെ വരണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ഫങ്ഷൻ ചെയ്യുന്നത് 2 പമ്പുകളാണ്, മസിൽ പമ്പ് ആൻഡ് റെസ്പിറേറ്ററി പമ്പ്. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ളത് പറയാം. അപ്പോൾ ഈ പിക്ചറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് വാൾവുകളുടെ ഓപ്പണിംഗ് ആണ്. കണ്ടോ? ഇതിൽ ഇപ്പോൾ ഇതാണ് ഒരു വെയിനിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, വെയിനിൻ്റെ സ്ട്രക്ചറിൽ അതിൻ്റെ വാൾവ് ഓപ്പൺ ആവുന്ന ഒരിത് കണ്ടോ? ബ്ലഡ് വരുന്നത് ഇവിടുന്ന് താഴെ നിന്നാണ്. അപ്പോൾ താഴെ നിന്ന് അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വാൾവ് അപ്വേർഡ് ഡിറക്ഷനിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഡൗൺവേർഡ് ഡിറക്ഷനിലല്ല, അപ്വേർഡ് ഡിറക്ഷനിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനനുസരിച്ച് ബ്ലഡ് നെക്സ്റ്റ് ഭാഗത്തേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ആദ്യം പറയുന്നത് മസിൽ പമ്പാണ്. അപ്പോൾ ഈ മസിൽസ് എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോനെ അല്ലെങ്കിൽ വീനസ് റിട്ടേണിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്? പ്രത്യേകിച്ചും നമ്മുടെ സ്കെലിറ്റൽ മസിൽസാണ്, മറ്റുള്ള സ്മൂത്ത് മസിൽസ് ഒന്നുമല്ല. സ്കെലിറ്റൽ മസിൽസ് മൂവ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ സർക്കുലേഷൻ കൂടും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിൻ്റെ
റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിയോളജിക്കൽ ബേസിസ് ആണ് നമ്മൾ ഇവിടെ മസിൽ പമ്പിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അതായത് വെയിൻസിൽ ഞാൻ പറഞ്ഞു നേരത്തെ വാൾവ് അപ്വേർഡ് ഡിറക്ഷനിലാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ലോവർ പാർട്സ് ഓഫ് ദി ബോഡിയിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നു, അല്ലെങ്കിൽ മസിൽസിൻ്റെ ഭാഗത്തേക്കായിട്ട് ബ്ലഡ് ഇങ്ങനെ വെയിൻസ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ മസിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഈ വെയിൻസിൻ്റെ അകത്തുള്ള സ്പേസും വളരെ റിലാക്സ്ഡ് ആയിരിക്കും. മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്, ആ വെയിൻസിനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങോട്ട് കംപ്രസ് ചെയ്യും അല്ലേ. മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ മസിൽസിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വെയിൻസ് കംപ്രസ്ഡ് ആവും. കംപ്രസ്ഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ വാൾവ് അപ്വേർഡ് ഡിറക്ഷനിൽ ഓപ്പൺ ചെയ്യും. അപ്വേർഡ് ഡിറക്ഷനിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ വെയിനകത്തുണ്ടായിരുന്ന ബ്ലഡ് ആ അപ്വേർഡ് വാൾവ് ഓപ്പൺ ആയിക്കൂടെ നെക്സ്റ്റ് ഏരിയയിലേക്ക് മൂവ് ചെയ്തു പോകും. അതേസമയം ഈ മസിൽസ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ ബ്ലഡ് വെസലും അതേപോലെ റിലാക്സ്ഡ് ആയിരിക്കും. റിലാക്സ്ഡ് മീൻസ് അതിൻ്റെ സ്പേസ് നല്ലപോലെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തു നിന്നുള്ള ബ്ലഡ് ഈ ഒരു ഏരിയയിലേക്ക് വരും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നൊരു സിറ്റുവേഷനില്ലേ, ഇതേ സിറ്റുവേഷൻ ഈ താഴെ ഭാഗത്തും ഉള്ളതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മസിൽസ് ഒരുമിച്ചല്ല കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യുന്നത്, പ്രത്യേകിച്ചും സ്കെലറ്റൽ മസിൽസിൻ്റെ അതിന് പല പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഈ പിക്ചറിൽ ഇവിടെ മസിൽ കൺട്രാക്ട് ചെയ്തിരിക്കുന്നു അല്ലേ, അതേസമയം ഇവിടെ താഴത്തെ ഭാഗം മസിൽ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടുത്തെ ആ ഒരു ഏരിയയിൽ ബ്ലഡ് വന്ന് ഫില്ലായിട്ടുണ്ടാവും. ഇനി അടുത്ത നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ ഇവിടെയുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, ഈ ഭാഗത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ വാൾവ് ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്നും ആ ബ്ലഡ് നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും. മസിൽസ് റിലാക്സ്ഡ് ആകുമ്പോൾ ബ്ലഡ് വെസലും റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ താഴെ നിന്നും ബ്ലഡ് ഇങ്ങോട്ടേക്ക് വരും. ഇനി ഈ പിക്ചറിൽ കാണിച്ചതുപോലെ ഈ ഭാഗം മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ വാൾവ് ഓപ്പൺ ആകും, ഇവിടെ നിന്നുള്ള ബ്ലഡ് നെക്സ്റ്റ് ഏരിയയിലേക്ക് പാസ് ചെയ്തു പോകും. ഇങ്ങനെയാണ് മസിൽ കൺട്രാക്ഷനിൽ കൂടെ ബ്ലഡ് അപ്വേർഡ് ഡിറക്ഷനിൽ ഫ്ലോ ചെയ്ത് വരുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആവും. കണ്ടോ, മസിൽ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ആ ഏരിയയിലേക്ക് ബ്ലഡ് വരുന്നു. അത് കഴിഞ്ഞ് മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വാൾവ് അപ്വേർഡ് ഡിറക്ഷനിൽ ഓപ്പൺ ചെയ്തിട്ട് ബ്ലഡ് നെക്സ്റ്റ് ഏരിയയിലേക്ക് പാസ് ചെയ്ത് പോകുന്നു. ഇതാണ് ഈ മസിൽ പമ്പിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇത് കണ്ടിട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസിൽ പമ്പിനെ പറ്റി പറയാൻ. അപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയാണെങ്കിലും ഏത് ബോഡി പാർട്സിലാണെങ്കിലും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് കൊണ്ടാണ് ഓർഗൻസിൽ നിന്നും മറ്റുള്ളത് ഡിസ്റ്റൻ്റ് ഓർഗൻസോ അല്ലെങ്കിൽ ഏതോ ആവട്ടെ എവിടെ നിന്നുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രധാന പാർട്ട്. അപ്പോൾ large veins in the legs are surrounded by skeletal muscles. As skeletal muscles contract, they squeeze the large veins, squirting blood back to the heart. This mechanism is called skeletal muscle pump, and it explains how exercise is beneficial to improve blood flow. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ റേറ്റും എല്ലാം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അബൌട്ട് മസിൽ പമ്പ്. So muscle pump, muscular activities that helps return the blood back to heart. During muscular activities, veins are compressed, and due to the presence of valves in the veins, compression of veins causes the blood to move upwards towards the heart. അപ്പോൾ ഇത്തരത്തിലാണ് ഓരോ ഓർഗൻസിൽ നിന്നും, എനിക്ക് ഒബ്ജക്ട്സ് എന്നാണ് വായിൽ വരുന്നത്, സോറി, ഓരോ ഓർഗൻസിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്നത് ബൈ ദി ആക്ഷൻ ഓഫ് മസിൽസ്. ഓക്കെ, ഇനി അടുത്തത് ഇതിനെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന അടുത്ത കാര്യമാണ് റെസ്പിറേറ്ററി പമ്പ്. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ടേക്കിംഗ് ഇൻ ഓഫ് ഫ്രഷ് എയർ ആൻഡ് എക്സ്ഹലേഷൻ ഓഫ് ദി യൂസ്ഡ് എയർ അല്ലേ. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ചെസ്റ്റ് ഇതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എയർ മൂക്കിൽ കൂടെ അകത്തേക്ക് കയറി വരുന്നു.
എക്സ്പിരേഷന് സമയത്ത് എന്താ സംഭവിക്കുന്നത്? ചെസ്റ്റ് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന എയർ പുറത്തേക്കും പോകുന്നു. ഇതാണ് റെസ്പിറേഷന് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി റെസ്പിറേഷനും ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോവും തമ്മിൽ എന്താണ് റിലേഷൻ? അതാണ് ഈ പിക്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്, റെസ്പിറേറ്ററി പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചതുപോലെ ഈ കാണിച്ചിരിക്കുന്നത് ഇൻഫീരിയർ വിന കാവ ആണ്. ഓക്കെ, സുപ്പീരിയർ വിന കാവയല്ല, ഇൻഫീരിയർ വിന കാവയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ പാർട്സ് ഓഫ് ദി ബോഡിയിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വെയിനാണ്. ആൻഡ് ഈ ഒരു റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഡയഫ്രം ആണ്. ഓക്കെ, ഡയഫ്രം. ഇനി റെസ്പിറേഷൻ്റെ സമയത്ത് പ്രത്യേകിച്ചും ഇൻസ്പിരേഷനാണ് ഈ ബ്ലഡ് ഹാർട്ടിലേക്ക് വരാൻ സഹായിക്കുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ. അപ്പോൾ എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഇൻസ്പിരേഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ പിക്ചറിൽ കാണിച്ചതുപോലെ ചെസ്റ്റ് വാൾ നന്നായിട്ട് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. ചെസ്റ്റ് വാളും എക്സ്പാൻഡ് ചെയ്യും, ലങ്സും അതുപോലെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെയാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇൻഫീരിയർ വിന കാവ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് ചെസ്റ്റ് വാളിൻ്റെ ഈ ഒരു ഭാഗത്തെ ഇൻഫീരിയർ വിന കാവ നല്ല പോലെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കംപ്രഷനൊക്കെ പോയില്ലേ, ലങ്സിൻ്റെയൊക്കെ കംപ്രഷൻ ഉണ്ടായിരുന്നൊക്കെ പോയി. അപ്പോൾ ഈ ഇൻഫീരിയർ വിന കാവയുടെ ഈ ഒരു തൊറാസിക് ഏരിയയിൽ വരുന്ന ഭാഗം നല്ല പോലെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബ്ലഡ് അതിൽ കൂടെ വളരെ ഫ്രീ ആയിട്ടും പെട്ടെന്ന് തന്നെ ഹാർട്ടിലേക്ക് എത്തുന്നു. ഇനി അവിടേക്കുള്ള ബ്ലഡ്, അതായത് ഇൻഫീരിയർ വിന കാവയിലേക്കുള്ള ബ്ലഡ് എവിടെ നിന്നും, അതായത് തൊറാസിക് ഏരിയയിലുള്ള ഇൻഫീരിയർ വിന കാവയിലേക്കുള്ള ബ്ലഡ് എവിടെ നിന്നും വരുന്നു? അത് വരുന്നത് ഈ ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ്. എന്ന് വെച്ചെങ്കിൽ ഡയഫ്രം ഇങ്ങനെ ഇൻസ്പിരേഷന് സമയത്ത് ഡയഫ്രം കംപ്രസ് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്യും, ഈ ഡിറക്ഷനിൽ മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ ഇൻഫീരിയർ വിന കാവയുടെ എബ്ഡോമിനൽ പാർട്ടിലുള്ള ബ്ലഡ് വെസൽസ് അത് കംപ്രസ്ഡ് ആവും. നേരത്തെ നമ്മൾ മസിൽ പമ്പിൽ കണ്ടില്ലേ, അവിടെ കംപ്രസ്ഡ് ആകുമ്പോൾ വാൾവ് അപ്വേർഡ് ഡിറക്ഷനിൽ ഓപ്പൺ ചെയ്തിട്ട് റിലാക്സ്ഡ് ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. സെയിം മെക്കാനിസം തന്നെ ഇവിടെയും വരുന്നു. ഡയഫ്രം കംപ്രസ്ഡ് ആകും, ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് താഴത്തേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ അതങ്ങനെ ഈ ഒരു ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എബ്ഡോമിനൽ പാർട്ടിലുള്ള ഇൻഫീരിയർ വിന കാവയുടെ ഏരിയ കംപ്രസ്ഡ് ആവും. കംപ്രസ്ഡ് ആകുമ്പോൾ അവിടെ നിന്നുള്ള ബ്ലഡ് ഈ ഒരു തൊറാസിക് ഏരിയയിലുള്ള ഡയലേറ്റഡ് ഇൻഫീരിയർ വിന കാവ ഏരിയയിലേക്ക് വരുന്നു. അതിൽ കൂടെ വളരെ ഫ്രീ ആയിട്ടും പെട്ടെന്നും തന്നെ ഹാർട്ടിലേക്ക് ബ്ലഡ് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷനിൽ കൂടെ ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ റേറ്റ് കൂടുന്നത് അല്ലെങ്കിൽ വീനസ് റിട്ടേൺ കൂടുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം കംപ്രസസ് എബ്ഡോമിനൽ ക്യാവിറ്റി, സ്ക്വീസസ് വെസൽസ്, പുഷസ് ബ്ലഡ് ത്രൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പിക്ചറിൽ ഇതിൽ നോക്കിയാൽ മതി, കണ്ടോ? ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്കാണ് കംപ്രഷൻ വരുന്നത്, ഈ ഒരു ഏരിയയിലേക്ക്. അങ്ങനെ കംപ്രഷൻ വരും, അതിന് സൈഡുകളിലേക്കൊക്കെ കംപ്രഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? വാൾവ് ഓപ്പണായി അപ്വേർഡ് ഡിറക്ഷനിൽ ബ്ലഡ് ഫ്ലോ ചെയ്യും. അതേസമയം ഈ ഒരു ഭാഗത്ത് ഈ തൊറാസിക് ഏരിയയിൽ അല്ലെങ്കിൽ ചെസ്റ്റ് പോർഷനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇൻസ്പിരേഷൻ കാരണം ലങ്സും അതേപോലെ തന്നെ ചെസ്റ്റ് വാളും ഒക്കെ നല്ലപോലെ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇൻഫീരിയർ വിന കാവയ്ക്ക് നല്ല ഓപ്പൺ അല്ലെങ്കിൽ നല്ലൊരു എൻലാർജ്ഡ് ഏരിയ കിട്ടി. ആ ഏരിയയിൽ കൂടെ താഴത്തു നിന്ന് വരുന്ന ബ്ലഡ് ഫ്രീ ആയിട്ട് പാസ് ചെയ്ത് പോകും. ദെൻ റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ഡിക്രീസസ് പ്രഷർ ഇൻ അബ്ഡോമിനൽ ക്യാവിറ്റി, ഡ്രോസ് ബ്ലഡ് ഇൻ ടു വെസൽസ് ഓഫ് അബ്ഡമൻ. അപ്പോൾ തിരിച്ച് എക്സ്പിരേഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഡയഫ്രം അതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് റിലാക്സ് ചെയ്ത് പഴയ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ അബ്ഡോമിനൽ ഭാഗത്ത് വരുന്ന ഇൻഫീരിയർ വിന കാവയുടെ ഏരിയ ഒക്കെ വളരെ റിലാക്സ്ഡ് ആവും. അപ്പോൾ അതിലേക്ക് എന്താണ്? ബ്ലഡ് വന്ന് ഫില്ലാവും. അടുത്ത ഇൻസ്പിരേഷന് സമയത്ത് ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഫില്ലായിരിക്കുന്ന ബ്ലഡ് തൊറാസിക് ഏരിയയിലുള്ള ഇൻഫീരിയർ വിന കാവയിലേക്ക് കയറി വരും. അങ്ങനെ അത് ഹാർട്ടിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഇത്തരത്തിലാണ് റെസ്പിറേറ്ററി പമ്പിൽ കൂടെ വീനസ് റിട്ടേൺ കൂടുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ: റെസ്പിറേറ്ററി പമ്പ്, respiratory activity that helps return of blood back to the heart during inspiration. It is also called abdominothoracic pump. Then during inspiration,
Expansion of intrathoracic cavity leads to increase in diameter of inferior vena cava, resulting in increased venous return. Descent of diaphragm increases intra-abdominal pressure, compresses the abdominal veins and pushes blood upwards towards the heart, resulting in increased venous return. അപ്പോൾ ഇതാണ് റെസ്പിറേറ്ററി പമ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വീനസ് റിട്ടേൺ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ്. ഒന്ന് വീനസ് പ്രഷർ, ഇൻക്രീസസ് വീനസ് റിട്ടേൺ ബൈ പ്രൊപ്പല്ലിംഗ് ദ ബ്ലഡ് ബാക്ക് ടു ഹാർട്ട്. വെയിൻസിനകത്തുള്ള പ്രഷർ കൂടുമ്പോൾ ഉറപ്പായിട്ടും വീനസ് റിട്ടേൺ കൂടുതലായിരിക്കും. ദെൻ സിമ്പത്തറ്റിക് ടോൺ കോസസ് വീനോകൺസ്ട്രിക്ഷൻ, pushes blood to the heart and so venous return increases. സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൂടുമ്പോൾ ബ്ലഡ് വെസൽസ് പൊതുവേ കൺസ്ട്രിക്റ്റഡ് ആവുകയാണ് ചെയ്യുക. എഡ്രിനാലിൻ റിലീസ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽസും ഹാർട്ടൊക്കെ കൺസ്ട്രിക്റ്റ് ആവുകയാണ് ചെയ്യുക. കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കംപ്രസ്ഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ കൺസ്ട്രിക്ഷൻ വരുമ്പോൾ ബ്ലഡ് കൂടുതൽ ഹാർട്ടിലേക്ക് ഇജക്റ്റ് പമ്പ് ആവുകയാണ് ചെയ്യുക. സോ വീനസ് റിട്ടേൺ ഇൻക്രീസസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പുള്ള് നല്ലപോലെ ഉണ്ടെങ്കിൽ വീനസ് റിട്ടേൺ ശരിക്കും കുറയും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊക്കെ അസംബ്ലിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഓരോരുത്തർ തല കറങ്ങിയൊക്കെ വീഴും അസംബ്ലിക്ക് നിൽക്കുമ്പോൾ. അപ്പോൾ വീണ് തല കറങ്ങി വീണ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ, രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ, അല്ലെങ്കിൽ എന്ത് പറ്റി, ഇന്നലെ രാത്രി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിച്ചോ, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക അല്ലേ. അപ്പോൾ അതൊരു റീസണാണ്. ഓഫ് കോഴ്സ് ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ക്ഷീണം ബാധിക്കും, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് തല കറങ്ങി വീഴും. പക്ഷേ ഒരുപാട് നേരം ഒരേ പൊസിഷനിൽ തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കാലിലുള്ള ബ്ലഡ് വെസൽസ് പ്രത്യേകിച്ചും അതിൽ കൂടെ സർക്കുലേഷൻ റേറ്റ് കുറയും. നമ്മൾ ഒരേപോലെ തന്നെ ഇങ്ങനെ നിൽപ്പ് നിൽക്കുകയാണെങ്കിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കാലിലേക്ക് വന്നിട്ടുള്ള ബ്ലഡ് ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം അവിടെ തന്നെ നിൽക്കും. തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നതിൻ്റെ എമൗണ്ട് കുറയും. തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്ന എമൗണ്ട് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബ്ലഡ് പിന്നെ ഹാർട്ടിൽ നിന്നും ഇജക്റ്റ് ചെയ്ത് വരുമ്പോൾ ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ റേറ്റ് കുറയും. ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ റേറ്റ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, ബ്രെയിനിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമുക്ക് പതുക്കെ ഇങ്ങനെ തല കറങ്ങി വീഴാനുള്ള ടെൻഡൻസിയൊക്കെ വന്നു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ പുള്ള് എക്സസ് ആകുമ്പോൾ നമ്മുടെ കാലുകളിൽ വീനസ് പൂളിംഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സ്റ്റാൻഡിങ് പോസ്ചറിലാണ് കേട്ടോ വീനസ് റിട്ടേൺ കുറയുന്നത്. അല്ലാത്ത സമയം ഇപ്പോൾ നമ്മൾ നിന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. നിൽക്കുകയാണ്, ഒട്ടും അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണെങ്കിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ പുൾ റെഡ്യൂസസ് വീനസ് റിട്ടേൺ ഇൻ സ്റ്റാൻഡിങ് പോസ്ചർ, causes pooling of blood in the legs called venous pooling. So amount of blood returning the heart decreases. അപ്പോൾ വീനസ് റിട്ടേൺ കുറയും ഗ്രാവിറ്റേഷണൽ പുള്ള് കൂടുതലാവുമ്പോൾ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് വീനസ് റിട്ടേൺ. ഇനി നമ്മൾ നെക്സ്റ്റ് ഫാക്ടർ ദാറ്റ് എഫക്ട്സ് സ്ട്രോക്ക് വോളിയം, അതിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് എത്രമാത്രം കൺട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡയസ്റ്റോളിക് പീരിയഡ് ആൻഡ് വെൻട്രിക്കുലർ ഫില്ലിംഗ്. അതായത് ഹാർട്ട് എത്രമാത്രം റിലാക്സ് ചെയ്തിട്ടുണ്ട്, ആ റിലാക്സേഷൻ അനുസരിച്ച് എത്രമാത്രം ബ്ലഡ് അതിനകത്ത് വന്ന് ഫില്ലായിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു റബ്ബർ ബാൻഡ് നമ്മൾ രണ്ട് കൈയും വെച്ച് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ച് നീട്ടി. അപ്പോൾ ഇങ്ങനെ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ അതിൽ ആ റബ്ബർ ബാൻഡ് എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ സ്ട്രെച്ച് ആവാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അത് സ്ട്രെച്ച് ആവും അല്ലേ. എന്നിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത സമയത്ത് നമ്മൾ ഒരു കൈയിൽ നിന്ന് അതിൻ്റെ ഗ്രിപ്പ് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മറ്റേ കൈയിൽ നല്ല ഫോഴ്സിലായിരിക്കും വന്ന് അടിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നല്ല വേദനയുണ്ടാവും. അപ്പോൾ ആ വന്ന് അടിക്കുന്ന ഫോഴ്സ് എത്രമാത്രമാണ് വരുന്നത്, എത്രമാത്രം ആ റബ്ബർ ബാൻഡിനെ വലിച്ച് നീട്ടിയിട്ടുണ്ടോ അത്രയും ഫോഴ്സിലായിരിക്കും അത് നമ്മൾ മറ്റേ കൈൻ്റെ മുകളിൽ വന്നിട്ട് അടിക്കുന്നത്
അല്ലേ? അപ്പോൾ എത്രമാത്രം സ്ട്രെച്ചിങ് ഉണ്ടായിട്ടുണ്ടോ അത്രയും ഫോഴ്സിലായിരിക്കും പിന്നീട് അതിന് വന്ന് കൺട്രാക്റ്റ് ചെയ്യേണ്ടി വരിക ടു റീച്ച് ഇറ്റ്സ് ഒറിജിനൽ സൈസ് അല്ലെങ്കിൽ ഒറിജിനൽ വോളിയം. ഓക്കെ, അപ്പോൾ ആ സെയിം കാര്യമാണ് നമ്മളിവിടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനിലും പറയുന്നത്. ഇപ്പോൾ ഹാർട്ട് നല്ല രീതിയിൽ റിലാക്സേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഹാർട്ട് നല്ലപോലെ റിലാക്സേഷൻ ടൈം നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം റിലാക്സ് ചെയ്യുന്നോ അത്രയും എമൗണ്ട് ഓഫ് ബ്ലഡ് അതിനകത്ത് വന്ന് വീഴില്ലേ, അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് ബ്ലഡ് അതിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ലേ. ഇപ്പോൾ റിലാക്സേഷൻ ടൈം കൂടുമ്പോൾ ഒരുപാട് ബ്ലഡ് അതിനകത്ത് വന്ന് ഫില്ലാവും. അപ്പോൾ അത്രയും ഫില്ലായിക്കഴിഞ്ഞാൽ ഈ വന്ന ബ്ലഡിനെ മുഴുവൻ ഇജക്റ്റ് ചെയ്ത് കളയണ്ടേ? അപ്പോൾ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടില്ലേ? അപ്പോൾ എത്രമാത്രം റിലാക്സേഷൻ നടന്നുവോ അതിനനുസരിച്ച് അത്രയും ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനാണ് അവിടെ ആവശ്യമുള്ളത്. അതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. And force of contraction depends on a law called Frank-Starling law. So according to this law, the force of contraction of heart is directly proportional to the initial length of muscle fibers before the onset of contraction. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഹാർട്ട് എത്രമാത്രം ഫോഴ്സിൽ കൺട്രാക്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ റിലാക്സേഷൻ കഴിഞ്ഞ്, അതായത് കൺട്രാക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കാർഡിയക് മസിൽസിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ തീരുമാനിക്കുന്നത്. അതായത് എത്രമാത്രം അത് സ്ട്രെച്ച് ആയിട്ടുണ്ടോ അത്രയും ഫോഴ്സിലായിരിക്കും നെക്സ്റ്റ് കൺട്രാക്ഷൻ അതിന് വരേണ്ടി വരിക. അതാണ് ഫ്രാങ്ക് സ്റ്റാർലിംഗ് ലോ പറയുന്നത്. Then the force of contraction also depends upon preload and afterload. ഇത് രണ്ട് ടേംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ ബാൻഡിനെ തന്നെ ചിന്തിച്ചാൽ മതി. അത് തന്നെയാണ് പ്രീലോഡും ആഫ്റ്റർലോഡും പറയുന്നത്. Preload is the stretching of cardiac muscles at the end of diastole just before contraction. ഇപ്പോൾ പ്രീലോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ സമയത്ത് റിലാക്സേഷൻ്റെ സമയത്ത് കാർഡിയക് മസിൽസ് എത്രമാത്രം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടോ അതിനെയാണ് പറയുന്നത്. And afterload is the force against which the ventricles must contract and eject blood. അപ്പോൾ എത്രമാത്രം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടോ അത്രയും ഫോഴ്സിൽ വേണ്ടേ പിന്നെ അതിനെ കൺട്രാക്റ്റ് ചെയ്യാനായിട്ട്. ആ ഒരു ഫോഴ്സിനെ ആണ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിക്രീസ് ഇൻ ബ്ലഡ് വോളിയം reduces the ventricular filling due to decreased venous return, thereby decreasing stroke volume. അപ്പോൾ ഈ ഒരു ബ്ലഡ് വോളിയം ഒക്കെ കുറവാണ് അല്ലെങ്കിൽ വീനസ് റിട്ടേൺ കുറവാണ് എന്നുണ്ടെങ്കിൽ ഹാർട്ടിന് അല്ലെങ്കിൽ വെൻട്രിക്കിൾസ് വല്ലാതെ ഒന്നും സ്ട്രെച്ച് ചെയ്തിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, വല്ലാതെ റിലാക്സേഷനൊന്നും നടന്നിട്ടുണ്ടാവില്ല, അധികം ബ്ലഡ് അതിനകത്ത് വന്ന് ഫില്ലായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം കൺട്രാക്റ്റ് ചെയ്താൽ മതി. സോ സ്ട്രോക്ക് വോളിയം ഡിക്രീസസ്. ഓക്കെ, അതാണ് അബൌട്ട് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ആൻഡ് ദി ലാസ്റ്റ് ഫാക്ടർ ഈസ് പെരിഫറൽ റെസിസ്റ്റൻസ്. പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പേരിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സ്ട്രക്ഷൻ ടു ഫ്ലോ അല്ലേ, തടസ്സം. പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെരിഫറൽ ബ്ലഡ് വെസൽസ്, അതായത് സൂപ്പർഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ താഴത്തോ അങ്ങനെയൊക്കെ വരുന്ന ബ്ലഡ് വെസൽസിൽ ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ പെരിഫറൽ ബ്ലഡ് വെസൽസ് കൂടെ ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്ന ബ്ലഡിൻ്റെ വോളിയം കുറയും, വീനസ് റിട്ടേൺ കുറയും. വീനസ് റിട്ടേൺ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്ട്രോക്ക് വോളിയം വിൽ ഡിക്രീസ്. സോ ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ബ്ലഡ് ഫ്ലോ എറ്റ് ദി പെരിഫറൽ ബ്ലഡ് വെസൽസ്. ആൻഡ് സ്ട്രോക്ക് വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പെരിഫറൽ റെസിസ്റ്റൻസ്. Peripheral resistance is offered at arterioles, so they are called resistance vessel. കൂടുതലും പെരിഫറൽ റെസിസ്റ്റൻസ് വരുന്നത് ആർട്ടീരിയോൾസിലാണ്, വീനസ് എൻഡിലല്ല, ആർട്ടീരിയൽ എൻഡിലാണ് വരുന്നത്. സോ ദേ ആർ കോൾഡ് റെസിസ്റ്റൻസ് വെസൽസ്. അപ്പോൾ ആ ഒരു പെരിഫറൽ ഓർഗൻസിലേക്ക് കുറവ് ബ്ലഡ് ചെന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് വരുന്ന ബ്ലഡും കുറവായിരിക്കില്ലേ അല്ലേ? അപ്പോൾ പെരിഫറൽ റെസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാകുന്നത് ആർട്ടറീസിൽ അല്ലെങ്കിൽ ആർട്ടീരിയോൾസിലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ വീനസ് റിട്ടേണും കുറവായിരിക്കും. സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ട്രോക്ക് വോളിയം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഡിഫൈൻ കാർഡിയക് ഔട്ട്പുട്ട്, എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ടോ ഷോർട്ട് എസ് എ ആയിട്ടോ ഒക്കെ ചോദിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. ഡിഫൈൻ കാർഡിയക് ഔട്ട്പുട്ട്, എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ട്രോക്ക് വോളിയം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വീനസ് റിട്ടേണും
ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ടും പെരിഫറൽ റെസിസ്റ്റൻസും ആണ് എഴുതേണ്ടത്. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് സ്ട്രോക്ക് വോളിയം.